കാട്ടുപന്നികളെക്കുറിച്ച് അത്ര നല്ല മതിപ്പല്ല നാട്ടിലുള്ളത്. പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ശല്യമാകുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം ശക്തിപ്പെടുന്ന ഇക്കാലത്ത് ഒരു സ്നേഹത്തിൻ്റെ കഥ പറയുകയാണ് വയനാട് മരീനാട്ടെ സമരഭൂമി. ആ കഥ ഇങ്ങനെയാണ്. ആന, പുലി, കടുവ, കാട്ടുപന്നി, മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ തുടർവാർത്തകളാണ് വയനാട്ടിൽ നിന്നും. ഇവിടെയാണ് ഒരു കുടുംബവും കാട്ടുപന്നിയും തമ്മിലുള്ള അപൂർവ സ്നേഹബന്ധത്തിൻ്റെ കഥ കാണുന്നത്. ഇത് പൂതാടിയിലെ മരിയനാട്. ഭൂരഹിതരായ ഗോത്രവിഭാഗക്കാരുടെ സമരം നിറയുന്ന കുടിലുകൾ കാണാം ഇവിടെ. അതിലൊന്നിലാണ് കുട്ടപ്പന്റെയും രാധയുടെയും കുടുംബം. 4 മക്കളുള്ള ഇവർക്കിടയിലേക്ക് ഒരു കാട്ടുപന്നി കുഞ്ഞ് വന്നു കയറിയിട്ട് വർഷം 1. കടുവ ഓടിക്കുന്നതിനിടെ തൊഴുത്തിലെ കുഴിയിൽ വീണതാണ്. മക്കൾക്കൊപ്പം പന്നിക്കുഞ്ഞിനെയും ഇവർ വളർത്തി, ഒപ്പം കിടത്തിയുറക്കി. മുത്ത് എന്ന് ഓമന പേരിട്ടു. ഇപ്പോൾ എന്തിനും പോന്ന കാട്ടുപന്നിയായി മാറിയിട്ടും മുത്ത് ഇവർക്ക് അരുമയാണ്. ആർക്കും ഒരു ശല്യവുമില്ലാത്ത വളർത്തുമൃഗമായി മാറിക്കഴിഞ്ഞു ഇവൾ. കടുവ വന്നപ്പോൾ ഇവിടെ കുയില് വീണതായിരുന്നു. ഒരു വേസ്റ്റ് കുയിലായിരുന്നു. ചെറിയ കുഞ്ഞായിരുന്നു. അന്ന് രാത്രി കടുവിനൊന്നും പേടിച്ചില്ല. ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പിന്നെ അന്ന് രാത്രി കഞ്ഞിവെള്ളമൊക്കെ കൊടുത്തിട്ടാണ് നമ്മളെ ഉറക്കിയത്. എന്നിട്ട് രാവിലെ പിള്ളേർ പാലൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് പാലും ബ്രെഡൊക്കെ കൊടുത്താണ് ഇത്രയും വലുപ്പമാക്കി എടുത്തത്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. തേനടകളാണ് ഇഷ്ടവിഭവം. ബിസ്ക്കറ്റും മുറുക്കും പച്ചക്കറികളും എല്ലാം കഴിക്കും. മാംസാഹാരത്തോട് അത്ര താല്പര്യമില്ല. സമീപത്തെല്ലാം കൃഷിയുണ്ട്. ഒന്നും നശിപ്പിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. മുത്ത് അങ്ങനെ ഈ തടാകക്കരയിൽ ആഘോഷമായി ജീവിക്കുന്നു. ഇതിന് എന്താ സ്നേഹം, നമ്മൾ വളർത്തിയതല്ലേ, അപ്പം അങ്ങനെ കളയാൻ പറ്റാണ്ടൊരു സ്നേഹം വന്നു. ചില ചെറുപ്പത്തിൽ നമ്മൾ ഈ പാലും അത് ഇത് കൊടുത്ത് നമ്മൾ കൂടെ തന്നെയല്ലേ കിടത്തുന്നൊക്കെ. അങ്ങനെ ഒരു മക്കളെ പോലെ അങ്ങനെയായി. വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്രയും കാടിറങ്ങുന്ന വന്യതയെക്കുറിച്ചാണ്. ആളെക്കൊല്ലി ആനകളും കടുവകളും, കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളും കാട്ടാനകളും വാർത്തകളിൽ നിറയുന്ന കാലം കൂടിയാണിത്. ഇതിനിടയിലാണ് ഈ സ്നേഹത്തിന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. വിജയൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സത്യം പറഞ്ഞ എസ് കെ ആടുജീവിതം സിനിമ കണ്ടു? ആടുജീവിതം സിനിമ ഞാൻ കണ്ടില്ല. ആ സിനിമ കാണണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് സംഭവിക്കും. ആടുജീവിതത്തെക്കുറിച്ച് നല്ല റിവ്യൂസൊക്കെ വരുന്നുണ്ട്. ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ആടുജീവിതം. അങ്ങനെ ഒരുപാട് നല്ല റിപ്പോർട്ടുകൾ വരുന്ന വേളയിൽ തീർച്ചയായിട്ടും ആ ചിത്രം കാണും. കണ്ടിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം കേട്ടു. എന്താ വിജയൻ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ?